ഹലോ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് സെക്കൻഡ് ഡേയിലോട്ടുള്ള ഒരു ബർത്ത്ഡേ വീഡിയോ ആയിട്ട് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതായത് ഞാൻ വർക്ക് കഴിഞ്ഞ് ഓടി എത്തിയപ്പോഴത്തേക്കും ആൾ റെഡ് ആയിട്ടൊക്കെ നിൽപ്പുണ്ട് നമ്മുടെ ശ്രീദേവി. ഞങ്ങൾ നേരെ ഹോളിലേക്കാണ് പോയത്. അപ്പോൾ അവളോട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷേ ഞങ്ങൾക്ക് നല്ല പണിയുണ്ടായിരുന്നു. കാരണം ഹൽദിക്ക് വേണ്ട ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും സെറ്റ് ആക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ അത് ഫുൾ ചെയ്യാനായിരുന്നു കേട്ടോ. ഇതായിരുന്നു ഡെക്കറേഷൻ, ഹൽദിയുടെ ഡെക്കറേഷൻ. നല്ല ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ഡെക്കറേഷൻ, ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ഇത് ഞങ്ങൾ ഇതാട്ടോ ഇത്രയും ഔട്ട്കം വരുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ചെയ്ത് ഇപ്പോൾ അടിപൊളിയായിട്ട് സെറ്റൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ഞങ്ങൾ വേഗം തന്നെ നമ്മൾ ടേബിൾ കാര്യങ്ങൾ, അതായത് സ്വീറ്റ്സും ലഡു, പിന്നെ നമ്മൾ ഫേസിൽ തേക്കേണ്ട സാധനങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ടോ. അതൊക്കെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി എത്തിയപ്പോഴത്തേക്കും ഇത് അടിപൊളിയായിട്ട് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാടൻപാട്ട് ടീമിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി ടീമാണ് അവർ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അവളുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. കാരണം ഹൽദിക്ക് വേറെ ഡ്രസ്സ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇത് ഡ്രസ്സൊക്കെ മാറിയിട്ട് അവളെ സ്റ്റേജിലോട്ട് കൊണ്ടുവരാണ്. അവളുടെ ചേട്ടന്മാരെല്ലാവരും ഉണ്ട് കേട്ടോ. ഫുൾ വൈബായി ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി ഓൾറെഡി അവിടെ നാടൻപാട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അവളെ സ്റ്റേജിലോട്ട് കൊണ്ടുവന്ന് അവിടെ ഇരുത്തിട്ടോ. അപ്പോൾ ചെക്കൻ കിട്ടുന്ന ആൾക്കാർ വരുന്നുണ്ട്. പുട കൊടുക്കൽ ചടങ്ങുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്കും അവരെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ ആ ഒരു പരിപാടിയിൽ കടന്നു കേട്ടോ. അങ്ങനെ പുടവൊക്കെ കൊടുത്തു. അയാൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബാക്ക് ടു നമ്മൾ നാടൻപാട്ടിലൂടെ തന്നെ കടന്നു. ടീമിനെ പറ്റി ഒന്നും പറയാൻ ഒരു രക്ഷയില്ല. അടിപൊളി ടീമാണ്. എന്താ പറയുക, അവിടെ ഉള്ള എല്ലാവരും ഫുൾ വൈബായിരുന്നു തന്നെ പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രീദേവിനെ അതിൻ്റെ ഇടയിൽ കൊണ്ടിട്ട് പിന്നെ ഫുൾ ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. അവിടെ ഉള്ള എല്ലാവരും ഡാൻസുകൾ തന്നെയായിരുന്നു. ആരോട് ഇരിപ്പുണ്ടായിരുന്നു എനിക്ക് തോന്നല്ല. അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് നടന്നു കേട്ടോ. പിന്നെ ഫൈനലൊക്കെ ആയപ്പോഴത്തേക്കും ഒന്നും പറയണ്ട, നമ്മുടെ മണവാട്ടി ഫുൾ വൈബായിട്ട്. പിന്നെ അവിടെ ആടി തിമിർക്കായിരുന്നു ആള്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഹൽദി വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് നമ്മളൊരു വെഡ്ഡിങ് വീഡിയോ ആയിട്ട് വരുന്നതായിക്കോട്ടെ. അപ്പോൾ അത്രയ്ക്കും ബൈ, സീ യു ഗൈസ്.